ഒരു രക്ഷയില്ലാത്ത അടിപൊളി ക്രൈം ത്രില്ലർ ബംഗാളി കഥ FIRന്റെ അവസാനത്തെ ഫൈനൽ പാർട്ടാണിത്. അപ്പോൾ ബാക്കി ട്വിസ്റ്റുകളും സസ്പെൻസും കാണുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ തുടങ്ങല്ലേ. അങ്ങനെ വേറെ ആരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. അല്ല, ഈ ഒരു മാസ്റ്ററിന് ആ ഒരു ഗ്യാങ്ങുമായിട്ട് എന്താ ബന്ധം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഇയാളായിരിക്കും കൊലയാളി. അതേ സമയത്ത് ആ ഒരു രാജുവിലെ ആർക്കോ ഭയന്നിട്ട് ഓടി എവിടെയോ ഒളിക്കാൻ നോക്കുമ്പോ ഏതോ ഒരു അജ്ഞാതനില്ലേ അങ്ങോട്ട് വന്നിട്ട് രാജുവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിട്ട് പോവാണ്. അങ്ങനെ നേരെ നമ്മുടെ സിദ്ധാർത്ഥ മാഷാണ് മീറ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനോട് സാറ് പറഞ്ഞ പോലെ ആ ഒരു മർഡർ ഞാൻ വൃത്തിക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്ററിന് വല്ലാതെ ഹാപ്പി ആയിട്ട് അയാൾ ഉള്ളിലേക്ക് പോയിട്ട് നിലവിൽ കൊല്ലപ്പെട്ട ഓരോ ആളുകളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കൊല്ലപ്പെട്ട ശ്രീനിവാസ് രാജുവില്ലേ, അവൻ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ അവന്റെ അക്ഷരവും വെട്ടിക്കളയാണ്. അങ്ങനെ രാജുവിന്റെ മർഡർ പോലീസ് ടീം അറിഞ്ഞിട്ടില്ലേ, അങ്ങോട്ടേക്ക് ഹീറോയിൻ ടീം വന്നിട്ട് ആ ഒരു ക്രൈം സീനില് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് മിശ്ര വരികയാണ്. അയാള് വല്ലാതെ കട്ട കലിപ്പിലാണ്. അല്ല, താനോട് പറഞ്ഞ് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരു മർഡർ നടക്കില്ല, ഏറ്റവും വേഗം തന്നെ എന്റെ ടീമിലെ ആളുകളെ കൊലപ്പെടുത്തുന്ന ആ ഒരു കൊലയാളിയെ കണ്ടുപിടിച്ച് തരാന്നൊക്കെ. എന്നിട്ട് എന്തായടോ, എപ്പോഴാ ആ കൊലയാളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പൊ ഹീറോ സാറൊന്ന് സമാധാനിക്കേ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ മർഡേഴ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ആരോ വല്ലാത്ത പക വീട്ടുന്ന പോലെ, റിവെഞ്ച് തീർക്കുന്ന പോലെയുണ്ട്. അപ്പോൾ മിശ്ര സാറിന് സംശയമുള്ള ആരുടെയെങ്കിലും പേരുകളോ ഡീറ്റെയിൽസോ പറയുകയാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റിഗേഷന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാതെ എന്നെയും ശത്രുവിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഇതെവിടെയും നിൽക്കില്ല. അപ്പോൾ മിശ്ര ശരിക്കും ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഭയപ്പെടുന്ന രീതിയിൽ ശത്രുക്കളായിട്ട് ആരുമില്ല. എന്നാൽ ഈ മർഡേഴ്സിന്റെ ഒക്കെ പിന്നിലെ ആ എതിർ ടീമിന്റെ നേതാവ് സീനു അവനായിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ഹീറോ ആ സംശയം വെറുതെ സാറേ, കാരണം അവൻ ഒരു സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ കമ്മീഷണർ വിളിച്ചിട്ട് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊലയാളിയെ എനിക്ക് മാത്രമേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞതും ഈ ഒരു നാട്ടിലേക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്നത് തന്നെ അങ്ങേരെന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ മിശ്രയ്ക്ക് മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ, നിങ്ങൾക്ക് വേറെ ആരുടെങ്കിലും മേലെ സംശയം ഉണ്ടെങ്കിൽ, ആരെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ ഒന്ന് അറിയിക്കേ. അങ്ങനെ പോലീസ് ടീമിനോട് രാജുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയിലെ നിലവിലിപ്പോ 4 ആളുകൾ കൊല്ലപ്പെട്ടില്ലേ, അവരുടെ ഓരോരുത്തരും ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ 4 ആളുകളിൽ ഒരാൾ മാത്രം മിശ്രയുടെ ടീമിൽ നിന്ന് മറ്റൊരു ഗ്യാങ്ങിലേക്ക് മാറിയതാണ്. ബാക്കി 3 പേരും മിശ്രയുടെ ഗ്യാങ്ങിലെ ആളുകളാണ്. അപ്പൊ ഹീറോയുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാല് രാജു മറ്റൊരു ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഇവര് 4 പേരും ചേർന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് റൗഡുകളും ചേർന്നിട്ടോ ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ, ആ ഒരു കേസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഏതെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ പക ആരെങ്കിലും വീട്ടുന്നതാണെങ്കിലോ. അങ്ങനെ ആ 4 പേരുടെ മേലെ ഇതുവരെ സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാ കേസുകളും കളക്ട് ചെയ്യാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ പോവാണ്. അതേ സമയത്ത് നമ്മുടെ രമ്യയിലെ SI നരനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഫോൺ എടുത്തപ്പോൾ ഞാൻ ബിസി ആയതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത, നിനക്കെന്താ മനസ്സിലാവാത്തെ? അപ്പോൾ രമ്യ, ഇന്നെന്റെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ACP സാറേയും കൂട്ടിയിട്ട് വരുമോ? ഈ തിരക്കിന്റെ ഇടയിലെ ഫംഗ്ഷൻ, ഞാനെന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ്. അപ്പോഴാണ് നമ്മുടെ രമ്യയുടെ വീടിന്റെ പുറത്ത് ആരോ വാതിൽ തട്ടുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ACP ആണ്. അപ്പൊ അവള്, അല്ല സാറേ, ഞാൻ നരനോട് പറഞ്ഞത് സാറിനെങ്ങനെ മനസ്സിലായേ? നീ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവൻ കുറച്ച് പഴയ കേസുകൾ തെരഞ്ഞെടുത്തോണ്ടിരിക്കുക. അല്ല, എന്തിനാ വരാൻ പറഞ്ഞ്? അപ്പൊ രമ്യ, സാറേ, ഇന്ന് രക്ഷാബന്ധനല്ലേ, അപ്പോൾ എനിക്ക് ആരുമില്ല എന്നാണ് ഇതുവരെ ഞാൻ കരുതിയിരുന്നേ. എന്നാലിപ്പോ എനിക്ക് ഏട്ടനായിട്ട് നിങ്ങളില്ലേ, അപ്പോൾ രാഖി കെട്ടിയിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹീറോയ്ക്ക് ഒരു രക്ഷാബന്ധനം കെട്ടിക്കൊടുത്ത് സ്വീറ്റ്സും കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്കും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഈ രക്ഷാബന്ധം കെട്ടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ ഹീറോ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ എൻ്റെ ബ്രദർ തന്ന ഈ ഒരു പൈസ ഞാൻ ഒരിക്കലും ചെലവാക്കില്ല, കാരണം എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ഇത്. അപ്പോൾ ഹീറോയും, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രമ്യ, വൈകുന്നേരം വരുമ്പോൾ നമ്മുടെ SI നരനെ കൂട്ടാൻ മറക്കരുത്, ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, പിന്നെന്താ, ഉറപ്പായും കൂട്ടിയിട്ട് വരാമെന്ന്. അങ്ങനെ ഹീറോയിലെ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥ മാഷിന്റെ ആ ഒരു സ്കൂളിലേക്കാണ്. അപ്പോൾ അവിടെയും രക്ഷാബന്ധന്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ അനാഥ കുട്ടികൾക്ക് ദേവയും നമ്മുടെ മാസ്റ്ററും ഈശോയും ചേർന്നിട്ട് സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ ഇല്ലേ സിദ്ധാർത്ഥ് മാസ്റ്ററെ തനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനു മുൻപ് ഈശോയോട് പറയുന്നുണ്ട്, ഇപ്പോൾ 4ാമതായിട്ട് രാജു എന്ന ഒരാൾ കൊല്ലപ്പെട്ടില്ലേ, അപ്പോൾ അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് വേഗം തന്നെ ഒന്ന് വേണമല്ലോ. അങ്ങനെ ഈശോയും ദീപയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ദീപ പറയുന്നത്, ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നത് ആ പോലീസുകാരന്റെ ലവർ രമ്യയില്ലേ, അവളാന്ന് തോന്നുന്നുണ്ട്. കാരണം അവൾ ആരോടോ പക വീട്ടാണ്. കാരണം ACPയും SIയും സംസാരിക്കുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ദീപ സംസാരിക്കുന്നത് നേപ്പാളിന്റെ ഒരടയാളം കേൾക്കുന്നുണ്ടായിരുന്നു. അവന് വല്ലാതെ കലിപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ സിദ്ധാർത്ഥ് മാസ്റ്ററെ തനിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലേ, മാഷെ, നിങ്ങൾ കുറെ വർഷമായിട്ട് ഇതേ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ മിശ്രയുടെ ഈ ഒരു ഗ്യാങ്ങില്ലേ, അവര് മിശ്രയ്ക്ക് മുൻപ് വേറെ ആരുടെയെങ്കിലും കൂടി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാറേ, മിശ്രയുടെ അച്ഛനായിരുന്നു മുൻപ് ഈ ഒരു ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. എന്നാൽ അച്ഛൻ മരിച്ച ശേഷം മിശ്ര
ആ ഒരു ഗ്യാങ്ങിന്റെ തലവനായി. പിന്നീട് ആ ഒരു മിശ്ര ഈ നാട്ടിൽ നടത്താത്ത അലമ്പുകളൊന്നുമില്ല. അപ്പൊ ഹീറോ അല്ല മാഷേ, മിശ്രക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിൽ നിന്ന് കംപ്ലൈന്റ് കൊടുക്കോ, അയാൾ വല്ല കേസിലും പെടുകയോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മിശ്രയുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ കേസിൽ പെട്ടിട്ടുണ്ടോ? അത് സാറേ, മിശ്രക്കെതിരെ ഈ നാട്ടിൽ നിന്ന് പണ്ടൊരാള് കംപ്ലൈന്റ് കൊടുത്തതാ. എന്നാൽ കംപ്ലൈന്റ് കൊടുത്ത ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഫാമിലിയും അയാളെയും ഈ നാട്ടിൽ നിന്ന് തന്നെ കാണാതെയായി. അതിനുശേഷം പിന്നീട് മിശ്രക്കെതിരെ ആരും കംപ്ലൈന്റ് കൊടുക്കാൻ തേരിപ്പെട്ടിട്ടില്ല. അപ്പൊ ഹീറോ അന്ന് കംപ്ലൈന്റ് കൊടുത്ത അയാളുടെ പേരും ഡീറ്റെയിൽസ് അറിയോ? സാർ, അത് 14 വർഷങ്ങൾക്ക് മുൻപാണ്. അയാളുടെ പേര് ഷിക എന്നാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് മാസ്റ്റർ പറഞ്ഞ പോലെ ആ ഒരു ഷിക ആരാണ്, അയാൾ കൊടുത്ത കേസ് ഡീറ്റെയിൽസ് അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ടീം കണ്ടെത്താണ്. അന്ന് ഷികയും അവരുടെ കുടുംബത്തെയും കാണാതായ ശേഷം മിശ്രയുടെ റൗഡി ഗ്യാങ്ങിൽ നിന്ന് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ ഒരു 6 പേരിലെ 4 ആളുകൾ തന്നെയാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോ 2 ആളുകൾ ബാക്കിയുണ്ട്. അതിലൊരാള് വേറെ ആരുമല്ല, നേപ്പാള് തന്നെയാണ്. അല്ല, 14 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഷികയുടെ ഫാമിലിയാണോ, അല്ലെങ്കിൽ ഷികയായിരിക്കോ ഈ ഒരു കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മാസ്റ്ററിലെ അങ്ങനെ പതിയെ പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് അവിടെ ബോർഡിലായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചത് നമ്മുടെ ഹീറോ കാണുന്നത്. അതില് പല പേരുകളും പല ക്ലൂകളും ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ രമ്യയിലെ SI നരൻ വിളിച്ചിട്ട് കുറച്ചു നേരത്തെ നമ്മുടെ ACP സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേർക്ക് ഞാൻ രക്ഷാബന്ധം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ഏട്ടനെയും കൂട്ടിട്ട് നേരത്തെ വരില്ലേ, വല്ലാതെ ലേറ്റ് ആവരുതേ, ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആരോ പുറത്ത് വാതിൽ തട്ടുന്നത്. അല്ല, ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിച്ചിട്ട് അവള് വാതിൽ തുറക്കുമ്പോൾ അവൾ ആരെയോ കണ്ടിട്ട് വല്ലാതെ തരിച്ചു നിന്നു പോവാണ്. എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ SI നരനില്ലേ വീണ്ടും അവളെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ എത്ര ഫോൺ ചെയ്തിട്ടും ഫോണ് പോകുന്നില്ല. അപ്പോൾ നരൻ വല്ലാതെ ഷോക്കാകുമ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. അപ്പൊ നരൻ, സാറേ, പെട്ടെന്ന് രമ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അവളുടെ ഫോണ് കട്ടായതാ, പിന്നെ എത്ര വിളിച്ചിട്ടും ഫോണ് കണക്ട് ആവുന്നില്ല. അപ്പൊ ഹീറോ, ചിലപ്പോ നിന്നോട് ദേഷ്യം പിടിച്ചായിരിക്കും, നമുക്ക് നേരത്തെ പോയിട്ട് ഒരു സർപ്രൈസ് കൊടുത്താളയാം. അങ്ങനെ അവര് രമ്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ SI പറയുന്നുണ്ട്, സാറേ, സാറ് പറഞ്ഞ പോലെ ആ 4 പേർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളുടെ കേസ് ഫയലും ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹീറോ, അങ്ങേരുടെ പേര് ഷിക എന്നല്ലേ? അല്ല, സാറിന് എങ്ങനെ മനസ്സിലായത്? അത് നമ്മുടെ സിദ്ധാർത്ഥ മാഷല്ലേ, അങ്ങേരാണ് എന്നോട് പറഞ്ഞത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇൻസ്പെക്ടർ മിശ്ര വിളിച്ചിട്ട് പറയുന്നുണ്ട്, 14 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഗ്യാങ്ങിലെ ചില ആളുകൾക്കെതിരെ ഒരാൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ ഓർമ്മയുണ്ടോ? അപ്പൊ മിശ്ര, 14 വർഷങ്ങൾക്ക് മുൻപ് ആര് കംപ്ലൈന്റ് കൊടുത്തെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഹീറോയും നമ്മുടെ SIയും കൂടി രമ്യയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീടിന്റെ വാതിൽ എത്ര തട്ടി നോക്കിയിട്ടും അവള് വാതിൽ തുറക്കുന്നില്ല. അല്ല, ഇനിയിപ്പോ അവള് ദേഷ്യം കൊണ്ടായിരിക്കും തുറക്കാത്തെ. അങ്ങനെ വീടിന്റെ പിൻവാതിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ രമ്യയിലെ അവളെ ആരോ വല്ലാതെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് പോയിട്ടുള്ളത്. അവളാണെങ്കിൽ ജീവനോട് മലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും ശരിക്കും എടുക്കാൻ പറ്റാത്ത അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. അല്ല, രമ്യയെ ആരായിരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഹീറോയും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചോക്കട്ടെ. അപ്പോൾ SI നരൻ, സാറേ, ഞാനും കൂടെ വരാം. അപ്പൊ ഹീറോ, നര, ഇപ്പത് വേണ്ടടാ, നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ കൂടെ ഇരിക്കേ. അവള് കണ്ണു തുറക്കുമ്പോൾ അവളുടെ അരികിൽ നീ ഉണ്ടാവണം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അവളുടെ ഏട്ടനായിട്ടുള്ള ഞാനില്ലേ, ഞാൻ പോയി നോക്കാന്ന്. അങ്ങനെ ഹീറോയില്ലേ നേരെ മിശ്ര മീറ്റ് ചെയ്തിട്ട്, തന്റെ ആൾക്കാരല്ലടോ ആ ഒരു പാവം പെൺകുട്ടി രമ്യ ഉപദ്രവിച്ച്, എന്തിനാടോ അവളോട് നിങ്ങൾക്ക് ഇത്ര വേറി? അപ്പൊ മിശ്ര, താൻ എന്താ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ രമ്യക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ മിശ്രയോട് പറഞ്ഞു കൊടുത്തിട്ട്, ഒരു കാര്യമില്ലാതെ അനാവശ്യ സംശയം കൊണ്ടാണ് നിങ്ങളുടെ ആരോ ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി ആരാണ് ഉപദ്രവിച്ചത് അവര് സ്വയം സ്റ്റേഷനിൽ വന്നിട്ട് സറണ്ടർ ആയിക്കൊള്ളണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ കാലിപ്പില് അവിടുന്ന് തിരിച്ചു പോണം. അങ്ങനെ നമ്മുടെ ഹീറോയില്ലേ അനിയത്തിയായിട്ട് കണ്ട രമ്യയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഇഷയില്ലേ അവള് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ രമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ ജീവന് ആപത്തൊന്നുമില്ല. വല്ലാതെ രക്തം പോരുണ്ട്. അവളെ കൊല്ലാൻ തന്നെ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അവളോട് എന്തിനായിരിക്കും ആരോ ഒരാള് ഈ ക്രൂരത ചെയ്തിട്ടുണ്ടാവുക? കറക്റ്റ് സമയത്ത് നിങ്ങളവിടെ എത്തിയതുകൊണ്ട് അവളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. എന്നാൽ കുറച്ച് നാള് കഴിയും അവള് പഴയ രീതിയിലൊന്നാവണമെങ്കിൽ. അപ്പൊ ഹീറോ, അല്ല, രമ്യ അവൾ ഉപദ്രവിച്ചത് ആരാണ് എന്നെന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ ഈശ, അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാൽ അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു നെയ്ബർ രമ്യയുടെ വീട്ടിൽ നിന്ന് നേപ്പാളിന്റെ ഒരു കൂട്ടാളി ഇറങ്ങി പോകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ സിദ്ധാർത്ഥ മാഷില്ലേ അങ്ങനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോടും പറഞ്ഞ്. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് രക്തം തിളക്കിയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് രമ്യ കണ്ണു തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ SI നരൻ, നിന്നെ ആരെങ്ങനെ ആക്കിയേ? അപ്പോൾ അവൾ ആ ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് നേപ്പാളും അവന്റെ ആ ഒരു കൂട്ടാളി അന്ന് ദീപ പറഞ്ഞ കേട്ടൊരു തന്നെയില്ലേ, അവർ രണ്ടുപേരുമാണ് ദീപയുടെ വീടിന്റെ വാതിൽ തട്ടിയത്. അവൾ ആരാന്നറിയാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ അവര് ബലമായിട്ട് രമ്യ ഉപദ്രവിച്ചിട്ട് സത്യം പറഞ്ഞോ, നീ എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാ ഈ പ്രതികാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ അവളാണെങ്കിൽ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നീ അല്ലെങ്കിൽ നിന്നെ ആരോ ഹെൽപ്പ് ചെയ്യുന്നില്ലേ, ആ സഹായിക്കുന്നവൻ ആരാ? അങ്ങനെ അവളെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചപ്പോൾ അവസാനം അവൾക്ക് സഹിക്കാൻ പറ്റാതെ
പറ്റാതെ അവളുടെ ബോധം പോയതാണ്. അങ്ങനെ അവൾക്ക് സംഭവിച്ച കാര്യം കേട്ടപ്പോൾ നമ്മുടെ നരന് രക്തം തിളക്കിയാണ്. അവനെ വേറിയോടെ എഴുന്നേൽക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഇപ്പൊ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്യുകയാണെങ്കിലും നിയമത്തിന്റെ സഹായത്തോടെ ചെയ്താൽ മതി. കാരണം നിങ്ങൾക്കും കൂടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നര നീ ഒന്നുകൂടെ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അതേ സമയത്ത് സ്റ്റേഷനിലേക്ക് നമ്മുടെ നേപ്പാളും കൂട്ടാളിയും വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടറിനോട് ഞങ്ങൾ സറണ്ടർ ആവാൻ വന്നതാ. അപ്പൊ ഇൻസ്പെക്ടർ, തനിക്കെന്തര തലക്ക് പ്രാന്തുണ്ടാ? വെറുതെ ആരെ പേടിച്ചിട്ടാ? എന്തിനാ സറണ്ടർ ആവുന്നേ? അതൊന്നും അറിയില്ല സാറേ, നമ്മുടെ ബോസ് മിശ്ര അങ്ങേര് പറഞ്ഞയച്ചതാ. സറണ്ടർ ആവാൻ പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങേര് ഏറ്റിട്ടുണ്ട്, വേഗം തന്നെ നമ്മൾ ഇറക്കിക്കോളാന്ന് പറഞ്ഞു. എന്നാൽ ഇൻസ്പെക്ടർ, ACP അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാറ്റാ. ഈ കലിപ്പില് നിങ്ങൾ അയാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാല് അയാൾ ചിലപ്പോൾ നിങ്ങളെ തീർത്താളയും. എന്നിട്ട് എൻകൗണ്ടർ എന്ന് പറഞ്ഞൊരു കേസ് ക്ലോസ് ചെയ്യും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ ഇൻസ്പെക്ടറില്ലേ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഒരു നേപ്പാളും കൂട്ടാളിയും സറണ്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നതാണ്. എന്നാൽ പെട്ടെന്ന് എന്താ അവർക്ക് തോന്നിയെന്നറിയില്ല, അവര് എന്നെ അടിച്ചിട്ടിട്ട് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അത് കേട്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് തരിച്ച് കയറുന്നുണ്ട്. ഇൻസ്പെക്ടർ പറഞ്ഞത് നമ്മുടെ SI നരനെ കേട്ടിട്ടില്ലേ, രമ്യക്ക് സംഭവിച്ചില്ലേ, അവന്റെ രക്തം തിളക്കിയല്ലേ, നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്റെ മേലുദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടറാണെന്നോട് നോക്കാതെ അയാളെടുത്ത് പഞ്ഞു കിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ സത്യം പറഞ്ഞോ, എവിടെ രണ്ടുപേരും? നീ എന്തിനാണ് എന്നെ തല്ലുന്നേ? അവരിവിടെ ഓടിപ്പോയതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനാ, ആളറിഞ്ഞ് കളിക്കടാ, നിന്റെ ജോലി ഞാൻ തെറിപ്പിച്ചാളിയോ, തനിക്ക് പറ്റുന്ന താൻ ചെയ്യടോ. അങ്ങനെ അയാളുടെ ഞെട്ടുമ്പോൾ ടൂരുമ്പോ അങ്ങോട്ട് വന്ന് ഹീറോനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യ്, എന്താണെങ്കിലും നമുക്ക് നിയമത്തിന്റെ സഹായത്തോടെ ചെയ്യാം. എന്നാലും നരൻ, നിയമത്തിന്റെ സഹായത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ചെറിയ മോള്, രണ്ടുപേരും നിങ്ങൾക്ക് നഷ്ടമായില്ലേ? അവരെ കൊന്നു കളഞ്ഞതല്ലേ? നിങ്ങൾക്ക് പോലും നിങ്ങളുടെ നിയമം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനില് എന്നോട് മാത്രം എന്തിനാ നിയമം അനുസരിക്കാൻ പറയുന്നേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ രമ്യയുടെ മേലെ കൈവച്ച് ഒരുത്തിനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ACP സാറേ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്തോ, എനിക്കിനി നിയമമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ SIയിലെ അവിടുന്ന് തിരിച്ചു പോകണം. അതേ സമയത്ത് നമ്മുടെ ഹീറോയിലെ നേരെ സിദ്ധാർത്ഥ് മാഷെ കാണാൻ പോയിട്ട്, അല്ല സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഷിക എന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലല്ലോ, അയാള് മരണപ്പെട്ടു പോയതാണെങ്കിൽ പിന്നെ അയാള് പ്രതികാരം വീട്ടാനുള്ള ചാൻസ് ഇല്ല. സത്യം പറ, ഈ നടക്കുന്ന കൊലപാതകത്തിനൊക്കെ പിന്നിലെ നിങ്ങളല്ലേ? എന്നാൽ ആ ഒരു മാഷാണെങ്കിൽ മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ചാർട്ടിലായിട്ട് നിലവിലെ കൊല്ലപ്പെട്ട ആളുകളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററും അതുപോലെ ഇനി അടുത്തത് കൊല്ലപ്പെടാൻ പോകുന്ന 2 ആളുകളുടെ ലെറ്ററും കൊടുത്തിട്ടില്ലേ? മരണപ്പെട്ട ആളുകളുടെ ലെറ്റർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറോ, ഇനിയിപ്പോ അടുത്തത് ആ 2 ലെറ്ററിലുള്ള ആളുകളായിരിക്കൂലേ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, കൊല്ലപ്പെടാൻ പോകുന്നത്? ഏകദേശം എല്ലാ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഉള്ള കാര്യം പറയുന്നില്ലെന്നല്ലേ? അപ്പോ സിദ്ധാർത്ഥ് മാഷ് ചില ഫ്ലാഷ് ബാക്ക് പറയാണ്, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നുള്ളൂ, അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവൾക്ക് 2 പെൺകുട്ടികളായിരുന്നു. എന്റെ അനിയത്തിയും കുടുംബവും അവരെ നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അനിയത്തിയുടെ 2 മക്കളും ഈ കണ്ണുകെട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോ അതില് മൂത്തവളെ റൗഡി മിശ്രയുടെ ഗ്യാങ്ങിൽപ്പെട്ട 6 ആളുകൾ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതാണ്. ആ ഒരു കാഴ്ച അവളുടെ ചെറിയ അനിയത്തി നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലേ എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവരുടെ മകൾക്ക് സംഭവിച്ച ആപത്ത് അറിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ നിന്ന് എന്താ പറഞ്ഞെന്നറിയോ? മര്യാദക്ക് തന്ന കംപ്ലൈന്റ് വിഡ്രോ ചെയ്തോ, അല്ലെങ്കിൽ നിന്റെ 2ാമത്തെ ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടിക്കും ഇപ്പോ നിന്റെ മൂത്ത മകൾക്ക് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. എന്നാൽ എന്ത് വന്നാലും നേരിടാന്ന് കരുതിയിട്ട് തന്റെ മൂത്ത മകൾക്ക് വേണ്ടിയിട്ട് അവർ കംപ്ലൈന്റ് കൊടുത്തതാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മൂത്ത മകള് മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ മകളെ രക്ഷിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടത്തില് അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. മകളും ഹസ്ബൻഡും മരണപ്പെട്ട ആ ഒരു ഷോക്കില് അവരുടെ അമ്മയുടെ, അതായത് എന്റെ അനിയത്തിയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയിരുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ ACP പറയുന്നുണ്ട്, അപ്പോ മാഷ് പറഞ്ഞു വരുന്നത് ആ ഒരു കുടുംബം തന്നെ ചിന്ന പിന്നാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതായ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളല്ലേ അവളുടെ കുടുംബം തകർത്തവരെ ഇപ്പോ വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അത് നിങ്ങൾ എടുത്തു വളർത്തിയ നിങ്ങളുടെ മകള് ദീപയല്ലേ? അപ്പൊ മാഷ്, അവളല്ല, ഡോക്ടർ ഈഷയില്ലേ, അവളാണ്. അപ്പൊ ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോ നിലവിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്, പ്രതികാരമൊക്കെ വീട്ടുന്നത് അത് ഹീറോയിൻ ഈഷയാണോ? അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈഷയില്ലേ, അവള് ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് നേപ്പാളിനെയും അവന്റെ ആ കൂട്ടാളിയില്ലേ അവനെയും പിന്തുടർന്ന് പോയിട്ട്, അല്ല നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ, ഒരു 14 വർഷം മുമ്പ് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോ എന്റെ ചേച്ചിയെ നിങ്ങൾ 6 പേര് ചേർന്നിട്ടില്ലേ എന്റെ കൺമുമ്പിൽ വെച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നത്? അതിനുശേഷം എനിക്ക് എന്റെ കുടുംബം നഷ്ടമായി. ആ ഒരു മിശ്രയുണ്ട് എന്നുള്ള ധൈര്യത്തിലാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ. ഒരുത്തിനും നിന്നെ ഒന്ന് രക്ഷിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് കയ്യിലൊരു ഷാർപ്പായിട്ടുള്ള ആയുധെടുത്ത് അവരുടെ പിന്നാലെ പോകുമ്പോ അവരെ 2 പേര് നമ്മുടെ ദീപയില്ലേ ബ്ലോക്ക് ചെയ്യാണ്. അതായത് ഈശയെ ദീപയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുള്ളില് അങ്ങോട്ടേക്ക് ഇവരെ 2 പേരും തേടി വന്ന നമ്മുടെ SI നരൻ അവരെ തീർക്കാൻ നോക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് നരന്റെ നെറ്റിയിൽ ഗണ്ണ് വെച്ചിട്ട്, നീ ഇപ്പൊ അവിവേകം കാണിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും നിയമത്തിന്റെ വഴി നോക്കാം. എന്നാൽ നരനാണെങ്കിൽ നിയമം നോക്കാൻ വന്നതല്ലോ, 2 പേരും പൊരിഞ്ഞ അടിയാവാണ്. ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ
നമ്മുടെ ഹീറോയിനില്ലേ അവളുടെ കയ്യിലെ ആയുധം വെച്ച് നേപ്പാളിനെ തീർത്ത് കളയാണ്. അങ്ങനെ രണ്ടാമത്തവന്റെ നേരെ പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇഷ അത് ചെയ്യരുത്, എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഹീറോ പറയുന്നതും കേൾക്കാതെ അവന്റെ നേരെ അവള് പോകുമ്പോൾ ഹീറോ ഷൂട്ട് ചെയ്യാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ആ നാട്ടിലെ എല്ലാ മർഡേഴ്സിന്റെയും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കമ്മീഷണർ കയ്യിൽ ഏൽപ്പിച്ച് പറയുന്നുണ്ട്, ആ നാട്ടിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളും അത് രണ്ട് ഗ്യാങ്ങിന്റെ ഇടയിലുണ്ടായിരുന്ന പ്രതികാരം കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ കമ്മീഷണർ, ആഹാ കൊള്ളാലോ, നിന്റെ അന്വേഷണം പോകുന്ന കണ്ടപ്പോ ഇതിന്റെ പിന്നില് വേറെ ഏതോ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് തോന്നിയല്ലോ. അവസാനം ഇത് രണ്ട് ഗ്യാങ്ങിന്റെ ഇടയിൽ വന്നു നിന്നോ? അല്ല, ആ കുറ്റവാളികളെ താൻ അറസ്റ്റ് ചെയ്തോ? എതിർ ടീമിലുള്ള ചില ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കാരണമായിട്ടുള്ള നേപ്പാളിലെ അങ്ങേരും കുറേയധികം ഇല്ലീഗൽ ബിസിനസ്സുകളിൽ അതുപോലെ ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുക, മയക്ക് മരുന്നിന്റെ ഡീലിംഗ്സ് നടത്തുക, അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പൊ അതിൽ നേപ്പാളിനെയും അവന്റെ ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കുറച്ചു നേരത്തെ ഇഷയെ അപ്പോ നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്തില്ലേ? ഇഷയ്ക്ക് പകരം ആ ഒരു റൗഡിയില്ലേ അവനാണ് ഹീറോ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഇഷയെ അവൻ കൊല്ലാൻ വന്നതായിരുന്നു. അപ്പൊ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് കേസ് അവൻ ക്ലോസ് ചെയ്തു. അതായത് നമ്മുടെ ഇഷയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഇനി അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇഷയെ പോലെ പല പെൺകുട്ടികളുടെ ജീവിതവും അവന്മാര് കാരണം ഇനിയും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ തീർന്നുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ കണ്ണടച്ചതും അവസാനം ജീവിതത്തിൽ തനിച്ചായി പോയ നമ്മുടെ ഇഷയെ തന്നെ ഹീറോ വളച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതായത് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞത് ഇതായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ എവിടെയും അധികം ഗസ് ചെയ്യാൻ പറ്റാത്ത അത്യാവശ്യം ട്വിസ്റ്റലൊക്കെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ ആയിരുന്നില്ലേ? അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് തരുവാണെങ്കിൽ ഇതിലും അടിപൊളി കഥകളായിട്ട് വേഗം തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അതുപോലെ അടിപൊളി ഒരു വ്യൂഹം എന്ന തെലുങ്ക് സീരീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സീരീസിന് റീച്ച് കുറച്ച് കുറവാണ്. അപ്പോൾ കാണാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതിലും വ്യത്യസ്തമായിട്ടുള്ള സീരീസുകൾക്ക് നമ്മുടെ സീരീസ് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു കിടലൻ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.